വെക്ടേഴ്സിനെ റിസോൾവ് ചെയ്യാൻ പഠിച്ചതാണ്. ഇത് വെക്ടർ എഫ് ആണ്. The vector f is making an angle theta with the x-axis. We are going to resolve f into two perpendicular components. ഒന്ന് along x-axis, അതാണ് fx. രണ്ടാമത്തെ കമ്പോണന്റ് along y-axis, അതാണ് fy. ഇനി fxന്റെയും fyന്റെയും വാല്യൂ എന്താണ്? തീറ്റ ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആണ്. ഇതിൽ തീറ്റ ഏത് കമ്പോണന്റിനോടാണ് ചേർന്ന് കിടക്കുന്നത്? എക്സ് കമ്പോണന്റിനോടാണ്, എഫ്എക്സിനോടാണ്. സോ എഫ് എക്സ് ഈക്വൽസ് എഫ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ എഫ് ഐ എന്താ വരിക? എഫ് ഐ ഈക്വൽസ് എഫ് സൈൻ തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സിനെ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുക. In the previous class, we have discussed elastic collisions in one dimensions. Now we are going to see elastic collisions in two dimensions. Chitra nokka. A body of mass m1 is moving with an initial velocity v1i along x-axis. ആദ്യത്തെ ബോഡീൻ്റെ മാസ് m1 ആണ്. അതിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി v1i ആണ്. ഇനീഷ്യൽ എന്ന അർത്ഥത്തിലാണ് v1i. It collides with a mass m2 at rest. m1 പോയിട്ട് m2ൽ തട്ടുന്നു. m2 റെസ്റ്റിലാണ്, അതായത് m2ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കൊളീഷന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? കൊളീഷന് ശേഷം m1 ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ എൻ ആംഗിൾ θ1. m1 എക്സ് ആക്സിസിലൂടെയാണോ പോകുന്നത്? അല്ല, m1 θ1 ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അത് പോകുന്ന അതിൻ്റെ ഫൈനൽ വെലോസിറ്റി v1f ആണ്. അപ്പോൾ m1ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി v1iയും കൊളീഷന് ശേഷം m1ൻ്റെ ഫൈനൽ വെലോസിറ്റി v1fുമാണ്. m2ന് എന്ത് സംഭവിക്കുന്നു? m2 ഈസ് ഓൾസോ ഡിഫ്ലക്റ്റഡ് ബൈ ആൻ ആംഗിൾ θ2 ആൻഡ് മൂവ് വിത്ത് എ വെലോസിറ്റി v2f. m2ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കൊളീഷന് ശേഷമുള്ള m2ൻ്റെ ഫൈനൽ വെലോസിറ്റി v2f ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, കൊളീഷന് മുൻപ് ആ ബോഡി മൂവ് ചെയ്യുന്നത് m1 മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ്, m2 റെസ്റ്റിലുമാണ്. കൊളീഷന് ശേഷം m1ഉം m2ഉം എക്സ് ആക്സിസിലൂടെയാണോ പോകുന്നത്? അല്ല, m1 ആൻഡ് m2 ഈസ് മൂവിങ് ഇൻ എ പ്ലെയിൻ. കണ്ടില്ലേ, m1 ഇങ്ങനെയാണ് പോകുന്നത്, m2 ഇങ്ങനെയും. സോ m1 ആൻഡ് m2 ആർ മൂവിങ് ഇൻ എ പ്ലെയിൻ. സോ ആഫ്റ്റർ കൊളീഷൻ the motion of m1 and m2 is in two dimensions. നമ്മൾ v1fനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്, റിസോൾവ് ചെയ്യാൻ പോവാണ്. ചിത്രം നോക്കുക, ഇതാണ് v1f. ഈ ആംഗിളാണ് തീറ്റ. അപ്പം നമ്മളതിനെ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. തീറ്റ ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് v1f കോസ് θ1, രണ്ടാമത്തെ കമ്പോണന്റ് v1f സൈൻ θ1. നമ്മൾ v2fനെയും രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഈ ആംഗിളാണ് തീറ്റ, ദിസ് ആംഗിൾ. അപ്പോൾ തീറ്റ ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് v2f കോസ് θ2, രണ്ടാമത്തെ കമ്പോണന്റ് v2f സൈൻ θ2. സോ വി ഹാവ് റിസോൾവ്ഡ് v1f and v2f into two perpendicular components. The collision is elastic, so the momentum is conserved. We are going to write the equation for the momentum conservation along
എക്സ് ആക്സിസ്. മൊമെന്റം കൺസർവേഷൻ പറയുന്നത് മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽസ് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിലുള്ള മൊമെന്റം കൺസർവേഷൻ ആണ് എഴുതാൻ പോകുന്നത്. കൊളീഷന് മുൻപ് ഫസ്റ്റ് ബോഡീൻ്റെ മാസ് m1, ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റി v1i. അപ്പോൾ ഫസ്റ്റ് ബോഡീൻ്റെ മൊമെന്റം വരിക m1 v1i. രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണ്, അതുകൊണ്ട് അതിൻ്റെ മൊമെന്റം 0. സോ ബിഫോർ കൊളീഷൻ ദ ടോട്ടൽ മൊമെന്റം ഈസ് m1 v1i പ്ലസ് 0. അതായത് ബിഫോർ കൊളീഷൻ the total momentum of the bodies of the system is m1 v1i. ഇനി കൊളീഷന് ശേഷമുള്ള മൊമെന്റം അത് എക്സ് ആക്സിസിലുള്ള മൊമെന്റം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡീൻ്റെ എക്സ് ആക്സിസിലുള്ള വെലോസിറ്റി എന്താണ്? v1f cos θ1. അപ്പോൾ കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റം അലോങ് എക്സ് ആക്സിസ് വരിക m1 v1f cos θ1. രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് ആഫ്റ്റർ കൊളീഷൻ എന്താണ്? v2f cos θ2. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോഡിയുടെ മൊമെന്റം കൊളീഷന് ശേഷം എന്താ വരിക? m2 v2f cos θ2. So total momentum after collision is m1 v1f cos θ1 plus m2 v2f cos θ2. So along x-axis you can write the momentum conservation as m1 v1i equals m1 v1f cos θ1 plus m2 v2f cos θ2. Now we are going to write the momentum conservation along y-axis. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൊളീഷന് മുൻപ് ബോഡി മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെയാണ്. ഫസ്റ്റ് ബോഡി മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിലൂടെയാണ്, രണ്ടാമത്തെ ബോഡി റെസ്റ്റിലുമാണ്. അതായത് വൈ ആക്സിസിൽ കൊളീഷന് മുൻപ് ബോഡിക്ക് മോഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കൊളീഷന് മുൻപ് വൈ ആക്സിസിലുള്ള മൊമെന്റം എന്താണ്? 0. ഇനി കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡീൻ്റെ വൈ ആക്സിസിലെ വെലോസിറ്റി എന്താണ്? v1f sin θ1. So what will be the momentum of the body? Momentum of the first body along y-axis after collision m1 v1f sin θ1. രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി എന്താണ്? along y-axis after collision v2f sin θ2. അങ്ങനെയാണെങ്കിൽ കൊളീഷന് ശേഷം വൈ ആക്സിസിൽ രണ്ടാമത്തെ ബോഡിയുടെ മൊമെന്റം എന്താ വരിക? m2 v2f sin θ2. So what will be the total momentum of the system after collision? m1 v1f sin θ1 minus of m2 v2f sin θ2. ഇവിടെ മൈനസ് വരാനുള്ള കാരണം ഒരു വെലോസിറ്റി മുകളിലേക്കും രണ്ടാമത്തെ വെലോസിറ്റി താഴേക്കുമാണ്. രണ്ട് വെക്ടേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ. സോ അലോങ് വൈ ആക്സിസ് ദ മൊമെന്റം കൺസർവേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് 0 ഈക്വൽസ് m1 v1f sin θ1 മൈനസ് m2 v2f sin θ2. ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. മൊമെന്റം മാത്രമല്ല, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? കൈനറ്റിക് എനർജി ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ റിസോൾവ് ചെയ്യൊന്നും വേണ്ട. യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ ഇക്വേഷൻ ഫോർ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ? ഹാഫ് m1 v1i സ്ക്വയർ. സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ് കൊളീഷന് മുൻപ്, അതുകൊണ്ട് തന്നെ കൊളീഷന് മുൻപ് അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ്. സോ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ബിഫോർ കൊളീഷൻ ഈസ് ഹാഫ് m1 v1i സ്ക്വയർ പ്ലസ് 0. കൊളീഷന് ശേഷം ആദ്യത്തെ ബോഡിയുടെ വെലോസിറ്റി എന്താണ്? v1f. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താ വരിക? ഹാഫ് m1 v1f സ്ക്വയർ. കൊളീഷന് ശേഷം രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി എന്താണ്? v2f. അപ്പോൾ കൊളീഷന് ശേഷം രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി എന്താ വരിക?
half m2 v2f square. So what will be the total kinetic energy after collision? Half m1 v1f square plus half m2 v2f square. So you can write the kinetic energy conservation as kinetic energy before collision equals kinetic energy after collision. So you can write half m1 v1i square equals half m1 v1f square plus half m2 v2f square. നമുക്ക് കാണേണ്ടത് expressions for velocities after collision. അതായത് v1f ന്റെയും v2f ന്റെയും ഇക്വേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. നമ്മളിപ്പോൾ 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. മൊമെന്റം കൺസർവേഷൻ വെച്ചിട്ട് 2 ഇക്വേഷനും കൈനറ്റിക് എനർജി കൺസർവേഷൻ വെച്ചിട്ട് 3ാമത്തെ ഇക്വേഷനും. ഈ 3 ഇക്വേഷൻസും സോൾവ് ചെയ്താൽ you will get the expressions for v1f and v2f. Coefficient of restitution E എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇന്റെ എക്സ്പ്രഷൻ E equals relative velocity after collision by relative velocity before collision. It is also a measure of degree of elasticity of a body. Perfectly elastic collision ആണെങ്കിൽ, രണ്ട് ബോഡികൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഇന്റെ വാല്യൂ 1 ആയിരിക്കും. രണ്ട് ബോഡികൾ തമ്മിലുള്ള കൊളീഷൻ ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ E will be less than 1. For perfectly inelastic collision, E is equal to 0. If the collision is super elastic, E is greater than 1. A molecule in a gas container hit the wall with a speed of 200 meter per second at an angle 30 degree and rebounds with the same speed. Is the momentum conserved? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. Is the collision elastic or inelastic? ഇനി രണ്ടാമത്തെ ചോദ്യം. In an elastic collision of two billiard balls, is the total kinetic energy conserved during the short time of collision of the balls?